ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ അസിസ്റ്റൻറ്റിനെയും കൂട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അസിസ്റ്റൻറ്റിന് ഒരു ഇറക്കുമതിയാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് ആകെ ക്ഷീണം പിടിച്ചിങ്ങനെ ഇരിക്കലാണ്. ഞാൻ അസിസ്റ്റൻ്റ് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം അസിസ്റ്റൻറ്റ് ഷൂ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അസിസ്റ്റൻറ്റ് ഷൂ എല്ലാം അയച്ച് ഷൂ ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ടണ്ടടേ അസിസ്റ്റൻ്റ് ആകെ തളർന്നു പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ സുവജ അതിനകത്ത് ഇങ്ങനെ പൊളിച്ചെടുത്ത് ഞാൻ അതിൻ്റെ പുറകെ ടാപ്പ് ചെയ്തുകൊണ്ട് നടന്ന്. എൻ്റെ ഫോൺ ഇറങ്ങി പറക്കാൻ സത്യം പറഞ്ഞാൽ വിശന്ന് ക്ഷീണമായി പോയി. ഭയങ്കര ക്ഷീണം. കൈ പറ രണ്ടാക്കും പറ വന്നു. നമ്മൾ ഫുഡ് കൊണ്ടുവന്ന് ഒരു 2-3 പഴം കൊണ്ടുവന്നു. പക്ഷെ അത് കഴിച്ചിട്ട് എവിടെയും ആയില്ല. നമ്മൾ മോനെ സ്കൂളിൽ വിട്ട് ശേഷം നേരെ വന്നതാണ്. കുറച്ച് വൈകിപ്പോയി. അപ്പം അങ്ങനെ ഇന്നെന്താ ടാപ്പിങ്ങിൻ്റെ കഥ. അയ്യോ എൻ്റെ അമ്മ ആൻറ്റിയിൽ അങ്ങോട്ട് വിളിക്കാൻ ബാലൻസ് ഇല്ല. ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയ ഇത്. ഇപ്പം ഇതെല്ലാം എടുത്തിട്ടാണ് വന്ന ചാക്ക്. സൂചത്തെ ഷൂ ഇട്ടിട്ട് സൂചയ്ക്ക് ഷൂ ഇടാൻ പറ്റും. സൂച ഷൂ അയച്ചു വെച്ച് അത് കാലിൻ്റെ സൈഡ് നല്ല വേദന. കാല് വേദന അല്ല. പിന്നെ ഈ ഇങ്ങനത്തെ ഷൂ ഇടാൻ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇട്ട് നടക്കാൻ പറ്റില്ല. ഇത് എല്ലാവരും ഇത് കാണുമ്പം വിചാരിക്കും ഭയങ്കര ഈസിയാണ്. പക്ഷേ ഈ ചെരുപ്പ് ഈ ഷൂ ഇട്ടിടാൻ കുറച്ചൊരു എക്സ്പീരിയൻസ് ആവശ്യമാണ്. അങ്ങനെ വെറുതെ വീണല്ല അതിനിടക്ക് സൂച ഒന്ന് വീണായിരുന്നു കേട്ടാ. ഷൂ ഇട്ട് നടക്കാൻ പറ്റാണ്ട് സൂച ഒരു തട്ടി തടഞ്ഞ് വീണ്. ഇതങ്ങനെ പെട്ടെന്ന് ഇട്ട് നടക്കാൻ പറ്റില്ല. ഒരു കുറച്ച് ദിവസങ്ങളോളം ഇത് ഇട്ട് നടന്ന ഒരു പ്രാക്ടീസ് ആയാലും മാത്രമേ ഈ ഷൂ നമുക്ക് ഇടാൻ പറ്റൂ. കാണുമ്പോൾ തമാശയായിരിക്കും, പക്ഷേ പ്രശ്നം ഗുരുതരമാണ്. ഇപ്പം എല്ലാം എടുക്കാം. എന്താ സുഭജാന് മസിൽ ഇളകിയിട്ടുണ്ട്. എന്നാറ്റിയത് കാലെല്ലാം വേദനെടുക്കുന്നത്, അനങ്ങാൻ പറ്റും. ആ സഞ്ചി കാണുന്നു. അതിലെ വഴിയുണ്ട്. പക്ഷെ അതാ കാടില് താഴെ എന്നാന്ന് കാണിച്ചു. അല്ല ആവാ അത് കവറുണ്ട്.
ഇതൊക്കെ തണുത്തെന്നുള്ള ചെയ്യാൻ പോകില്ല വണ്ടിയിൽ പോവാം അത് കൊണ്ടേ ഉള്ളത്തേക്ക് അതിന് തണുപ്പുണ്ടാ ഇപ്പാ ശരി തണുപ്പ് ഉള്ളിൽ ചെന്ന് അപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങെല്ലാം കഴിഞ്ഞ് ഇവിടെ മുട്ടക്ക് രഞ്ജിയേട്ടൻ പാവന്നൂർ മുട്ടക്ക് രഞ്ജിയേട്ടൻ്റെ പീടിയയിൽ പൊറോട്ട വന്നാൽ വന്നതാണ്. പൊറോട്ടയും അയിലക്കറിയും വിചാരിച്ചു, പക്ഷേ അയിലക്കറി മീൻകറി കിട്ടിയില്ല. അതുകൊണ്ട് മുട്ടക്കറി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ്. അപ്പോൾ എല്ലാവർക്കും എനിക്കും ദയവായി ഇന്നത്തെ പൊറോട്ട പറയുന്നത് പേര് കേട്ട പൊറോട്ടയാണ്. രഞ്ജിയേട്ടൻ്റെ പൊറോട്ടയും മീൻകറി. പൊറോട്ട മീൻകറി. രഞ്ജിയേട്ടൻ്റെ അമ്മയുണ്ട്, അമ്മ താഴെയുണ്ട്. അപ്പോൾ പത്രം വായിക്കില്ല. ഇടയ്ക്ക് ഞാൻ സൂചിയോട് ഇങ്ങനെ വന്നിട്ട് പൊറോട്ട കഴിക്കാറുണ്ട്. എല്ലാവർക്കും ഇവിടെ പൊറോട്ട ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്.